ഞാനൊരു പ്രേതത്തിനെ കണ്ടു അല്ലെങ്കിൽ പിശാചിനെ കണ്ടു എന്നൊക്കെ പേടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇവർ ഇൻവൈറ്റ് ചെയ്തതാണോ? അല്ലതാനും. അപ്പോൾ അല്ലാതെ തന്നെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വളരെ ലോ എനർജി കീപ്പ് ചെയ്യുന്ന ആളാണെന്നർത്ഥം. സാധാരണഗതിയിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾ ഒരു ആശുപത്രി കടന്നു പോയാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും രോഗങ്ങൾ നമ്മളെ പിടിപെടും എന്ന് പറയുന്നത് പോലെ എനർജി ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ലാത്ത ആൾക്കാരിൽ ഏതുതരം അക്യുമുലേഷൻ എവിടെ ഉണ്ടായാലും അവയെല്ലാം മനസ്സിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഭീകര സ്വപ്നങ്ങൾ കാണുക, പേടി സ്വപ്നം കണ്ട് ഉണരുക, ഇതെല്ലാം എനർജിയുടെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതുവഴിയും ഇതുവഴിയും പോയ എനർജികളെല്ലാം നമ്മുടെ പറമ്പിൽ കൂടെ കയറി വരുന്നത് പോലെയാണ് നമുക്ക് പലർക്കും ഫീൽ ചെയ്യാറ്. അപ്പോൾ ഇത് വീക്ക്നെസ്സിനെയാണ് ചോദ്യം ചെയ്യുക. നിങ്ങളുടെ എനർജി സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല, നമുക്ക് ഏതൊരു എനർജിയുമായിട്ട് ബന്ധപ്പെടാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. എനർജിയുടെ ഹൈ ലെവൽ സോഴ്സ് നമ്മൾ കീപ്പ് ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും ഏത് തരം എനർജി, ഏത് സ്പിരിറ്റിനെയും നമുക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടും നമുക്ക് സംവാദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഉദാഹരണത്തിന് നമ്മൾ വളരെ ദൂരെ അമേരിക്കയിലോ യൂറോപ്പിലോ രാജ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെയോ മറ്റോ നമ്മളൊരു സന്ദേശം അയക്കുകയാണ്, ഒരു നല്ല സന്ദേശം അയക്കുകയാണ്. ആ സന്ദേശം അയച്ച ഉടനെ മറുപടി വന്നില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ അയച്ച സന്ദേശത്തിൻ്റെ അതേ വാചകമായിട്ട് ചിലപ്പോൾ അടുത്ത കോള് നിങ്ങൾക്ക് വരുന്നത് കാണാം. അയാളറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ചിരിച്ചു പോകും. ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ് അദ്ദേഹം തിരിച്ച് എന്നോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക. പക്ഷേ ഇതെല്ലാം നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. കാര്യം വളരെ വീക്കായി രോഗശയ്യയിൽ കിടക്കുന്ന ചില ആളുകൾക്ക് ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കുക, ധൈര്യം കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രയോജനകരമാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എണീച്ചു പോകാനും വയ്യ, വേദന കൊണ്ട് എണീക്കാനും വയ്യ, കിടക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് കാലങ്ങൾ എത്ര എന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അവർക്ക് കോൺഫിഡൻസും എനർജിയും പെയിൻ റിലീഫും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആശ്വാസകരമായിരിക്കും എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത്തരം എനർജി, സ്പിരിറ്റ് എനർജി ആശ്വാസകരമായ മാറ്റങ്ങൾ വരുത്തുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. നല്ല ഹോളി സ്പിരിറ്റുകൾ എനർജി കൊടുത്ത് ആളുകളെ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഥയൊന്നുമല്ല, ധാരാളം എനർജി ഹീലിംഗ് സ്പിരിറ്റുകളുണ്ട്. അത്തരം സ്പിരിറ്റുകൾ തിരിച്ച് റീജുവനേറ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദു മതത്തിൽ തന്നെ ധന്വന്തരി എന്ന് പറയുന്ന ദൈവസങ്കല്പമായ ഒരു എനർജിയാണ്. അപ്പോൾ ആ എനർജി എന്നോടൊപ്പം ഉണ്ട് എന്ന് തോന്നിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ധൈര്യം കൂടും. കൂടുതലല്ല, കുറച്ചുകൂടെ കൂടുതൽ പറയുകയാണെങ്കിൽ ആ എനർജി ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് മാറുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഹീലായെന്ന് വരും. അപ്പോൾ ഞാൻ തന്നെയാണ് അത് എന്ന് തോന്നുന്നത് അവിടെ ഒന്നായി മാറുന്ന ഒരു ഭാവമാണ്. എനർജിയെ നമ്മൾ ഒന്നായി ഭവിക്കുകയാണ്. അപ്പോൾ അവിടെയും ഒരു എനർജിയെ നമ്മൾ സ്വീകരിച്ച് ആ എനർജിയുമായിട്ട് മേർജ് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ധൈര്യമാണ്, പേടിയൊന്നും തോന്നാറില്ല. പക്ഷേ നമുക്ക് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, മരിച്ച ആളുകളുടെ സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ധൈര്യങ്ങളൊന്നും കിട്ടാറില്ല. കാരണം എന്താ? അദ്ദേഹത്തുമായിട്ട് മെർജ് ചെയ്ത് നമുക്ക് ഉപദ്രവങ്ങൾ വരുമോ എന്നൊക്കെ ചിന്തിക്കുക. എന്നാൽ അപൂർവം ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ചില സ്പിരിറ്റുകൾ അയാളുടെ ദേഹത്ത് കയറി അയാൾ അതായിട്ട് മാറുകയും അയാൾ മാറി അത്തരം സ്വഭാവങ്ങൾ ഒക്കെ മാറി വരികയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സ്പിരിറ്റിനെയും നമുക്ക് ചിന്തിക്കാനും അവയുമായിട്ട് കണക്ട് ചെയ്യാനും വളരെയധികം പറ്റും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ദിവസവും കണക്ട് ചെയ്യുന്ന ചില സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ചില ഹോളി സ്പിരിറ്റുകളൊക്കെ നമ്മളുമായിട്ട് മെർജ് ചെയ്ത് ഒന്നാവുന്നതും സ്വാഭാവികം. ആ ഒന്നായി മാറുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് അവരുടെ സ്വഭാവങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൽ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി. അത് ബോധപൂർവം അല്ലെങ്കിൽ ആ സ്പിരിറ്റിനെ ഒഴിവാക്കാത്തത് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പം ഞാൻ തന്നെ പറയുകയാണ് ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം അങ്ങ് കൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നവരോടൊന്നും ഞാൻ പറയത്തില്ല ഞാനാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്ന് ഞാൻ പറയാറില്ല. പറയാത്തതിന് കാരണം എന്താണ്? ഞാൻ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷകലം.
കാര്യം നമ്മൾ ഒന്നായി മാറിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് അത് എന്ന് ഭാവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം സ്പിരിറ്റുകളുടെ അഡ്വാൻറ്റേജ്, പ്രസൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡിൻ്റെ പ്രസൻസ് ഒക്കെ എടുക്കുമ്പോൾ അവയുടെ ബ്ലെസ്സിങ്സും ഒക്കെ എടുത്തിട്ട് അവരെ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കാനുള്ള റിക്വസ്റ്റും കൂടി ഇതിനോടൊപ്പം തയ്യാറാക്കണം, അല്ലെങ്കിൽ തയ്യാറാവണം. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊരു സ്പിരിറ്റായിരുന്നാലും ആ സ്പിരിറ്റിനെ ഞാൻ തന്നെയാണ് ആ സ്പിരിറ്റെന്ന് ഭാവിക്കുന്നിടത്തോളം കാലം ഇത്തരം സെപ്പറേഷൻ നമ്മൾ കണക്ട് ചെയ്ത കാര്യങ്ങൾ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് തന്നെ ആവാതെ വരുന്നതും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പരിശീലനം ചെയ്യുന്നത് നല്ല പരിശീലകരോടൊപ്പം ആയിരിക്കണം. നല്ല പരിശീലനം സിദ്ധിച്ച മാസ്റ്ററോടൊപ്പം മാത്രമേ ഈ സ്പിരിറ്റ് ഹീലിംഗ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ. സ്പിരിറ്റ് ഹീലിംഗ് വളരെ പവർഫുൾ ആണെങ്കിലും ഇതിൻ്റെ ദോഷവശങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്പിരിറ്റുമായി യോജിച്ച് ചേർന്നിട്ട് സ്പിരിറ്റ് ഞാനാണെന്നുള്ള ഭാവത്തിലേക്ക് മാറിയാൽ നമ്മുടെ പാവം പിടിച്ച ആത്മാവിന് വളരെയധികം ബുദ്ധിമുട്ടുകളും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സ്പിരിറ്റ് ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ വളരെ അറിവും പ്രായോഗിക പരിചയവും ഒക്കെ ഇതിലുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ സ്പിരിറ്റിൻ്റെ ഹെൽപ്പ് എടുക്കാം, നമുക്ക് സ്പിരിച്വൽ ഗൈഡിൻ്റെ ഹെൽപ്പ് എടുക്കാം, മറ്റ് അഡ്വാൻറ്റേജുകളൊക്കെ എടുക്കാം. പക്ഷേ ഒന്നായി മാറുന്ന കണക്ഷൻ അനുവദനീയമല്ല. അനുവദനീയമാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നോട് ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാര്യം സ്പിരിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവയെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പിരിറ്റിനെ കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ നമ്മൾ ആരുമായിട്ടും സ്പിരിറ്റുമായിട്ടും മാത്രമല്ല ഏതൊരു വ്യക്തിയുമായിട്ടും പാടുള്ളൂ. ഒരു ദൂരെയുള്ള ഒരു വ്യക്തിക്ക് എനർജി കണക്ഷൻ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പർപ്പസ് വെളിപ്പെടുത്തണം. ആ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ നേരത്തെ സ്പെസിഫൈ ചെയ്യും. ആ സ്പെസിഫൈ ചെയ്ത ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആകും എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഡിസ്കണക്റ്റ് ആവാത്ത ചില കണക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. കാര്യം നമ്മൾ ഓൾറെഡി ജീവിക്കുന്നത് ഒരു കണക്ഷൻ വെച്ചാണ്. ആ കണക്ഷനെ ഹെൽപ്പ് ചെയ്യാനും ആ കണക്ഷനെ പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ഈ ജീവിതം എന്ന് മറക്കാനും പാടില്ല. ആത്മാവ് വളരെയധികം ലൈഫ് എക്സ്പെക്റ്റേഷനോടുകൂടി നമ്മളിലേക്ക് വന്ന് നമ്മുടെ രൂപം കൊണ്ട് തന്നെ അതിലേക്കാണ്, അതുവഴിയാണ് ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന, ആത്മാവെന്ന് പറയുന്ന കോൺഷ്യസിനെ, സ്പിരിറ്റിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണം എല്ലാ ഹീലിങ്ങുകളും നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു മേഖലയുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് സ്പിരിറ്റിനെയും നമുക്ക് ആവാഹിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. സ്പിരിറ്റുകൾ വളരെ പ്രയോജനകരമാണ് എങ്കിൽ പോലും വളരെ അപകടകരമായി മാറുന്നത് സ്പിരിറ്റുമായി കണക്റ്റ് ആയിട്ട് അവയുമായി ഒന്നിച്ചിട്ട് അവയായി മാറുമ്പോഴാണ്. അവിടെ ആത്മാവിനുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ആത്മാവിനെ ഹത്യ ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. ആത്മാവിനെ ഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നർത്ഥം. അവിടെ മരണം സുനിശ്ചിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം ആത്മാവിനെ ഹനിച്ചുകൊണ്ടുള്ള ഒരു കണക്ഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കണക്ഷന് വേണ്ടി മാത്രം റിക്വസ്റ്റുകൾ ചെയ്യുക. കണക്ഷന് വേണ്ടി ഏത് കണക്ഷന് വേണ്ടി പ്രയത്നിച്ചാലും ആത്മാവിൻ്റെ റിക്വസ്റ്റ് ഇടുക. അവർ റിജക്ഷനോ അക്സെപ്റ്റൻസോ ഏത് തന്നെയാണെങ്കിലും സ്വീകരിക്കാനും തയ്യാറാവുക. അത് വളരെയധികം നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനർജിയുടെ എത്രത്തോളം എനർജി സോഴ്സ് നമുക്കുണ്ടെങ്കിൽ പോലും ധാരാളം എത്രത്തോളം ഉപദ്രവിക്കാം എന്ന തരത്തിൽ ഒരു സ്പിരിറ്റിനെയും നമ്മൾ വളരെ ലോ എസ്റ്റീം ഉള്ള എനർജി ലോ ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യം പറയുക. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എനർജി ഹീലിംഗ് നടത്തുകയാണെങ്കിൽ അവരുടെ ആത്മാവുമായി കണക്റ്റഡ് ആകുമ്പോൾ വി ആർ ഗോയിങ് ടു ഗിവ് യു എനർജി, റെക്കി എനർജി, യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ സ്പിരിറ്റുകൾ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് ലോകത്തായാലും നമുക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് ഏകമായി
മനസ്സിനെ അനുസരിക്കുന്ന ഒരു ശക്തി എനർജി മാത്രമാണ്. പ്രകൃതിയാ ഉള്ള യൂണിവേഴ്സൽ എനർജിയുടെ ഒരു സ്വഭാവമാണ് മനസ്സിനെ അനുസരിക്കുക. മനസ്സിനെ അനുസരിക്കാൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ടേം ചെയ്യാൻ പറ്റുന്ന ഏക സാധനം ഈ പ്രപഞ്ചത്തിൽ എനർജി ഒന്ന് മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എനർജിയെ കണക്ട് ചെയ്യാനും എനർജി പരിപോഷിപ്പിക്കാനും എനർജിയെ യൂസ് ചെയ്യാനും നിഷ്പ്രയാസം സ്പിരിറ്റ് കണക്ട് ചെയ്യാനല്ല മാത്രമല്ല നമുക്ക് സാധിക്കും. സ്പിരിറ്റുകളെ കണക്ട് ചെയ്യുന്നത് ഹീലിങ്ങിനാക്കിയാൽ വളരെ ഉപയോഗപ്പെടും. മറിച്ച് എന്തെങ്കിലും സ്പിരിറ്റുകളെ കണക്ട് ചെയ്ത് ഒന്നാക്കാനാണെങ്കിൽ അത് ദോഷവും ചെയ്യും. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ സ്പന്ദനത്തിലൂടെ.